ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. പെരുമാറ്റത്തിൽ എത്ര പ്രശ്നമുണ്ടല്ലോ. ഇന്നലെ ഹൻസികയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ലീക്ക്ഡ് ആണ്. ഇനി കണ്ട ഞാൻ ഫുള്ളും കണ്ടു. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഹൻസികയുടെ ഒരു വീഡിയോ കണ്ടപ്പോ കൃഷ്ണകുമാറിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്ന് താൻ മക്കളോട് ഇടയ്ക്കിടെ ഉപദേശിക്കാറുണ്ട് എന്നൊക്കെ കൃഷ്ണകുമാർ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയ പറയാറ് ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. ഇപ്പൊ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്ത വൈബ് അല്ല വൈബ് തന്നാന്ന് പറയുന്നത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാണ്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം, അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാ, ഞാൻ തരേണ്ടതല്ല. നിങ്ങൾ ജനിക്കുമ്പോ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്, എന്റെ അകത്തുണ്ട്. ഇത് കണിയല്ല കെണിയാ. ഈ നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല ഞാൻ. ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്ത് പ്രഹസനമാണ് സജി. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോ ഞാൻ നോക്കുമ്പോ എന്നേക്കാൾ അറിവ് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഭയങ്കരമായിട്ട് വഴിപടച്ചു പോകുന്നവരാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. കണ്ടില്ലേ, കണ്ടോ എന്റെ മക്കള് ആമ്പിള്ളേരുടെ കറങ്ങുന്നു, പെൺകുട്ടികൾ ഒരു നിയന്ത്രണമില്ല, കണ്ടവന്റെ കൂടെ ഇതാണ് പറയുന്നത്. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, whatever it is, ഓവർ യൂസ് അപകടം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുക. ഒരു കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞാൽ എവിടെയാണ് ന്യായം?